ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ചെറുപഴം കൊണ്ടുള്ള വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള 5 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്, പക്ഷേ നേന്ത്രപ്പഴം എടുക്കരുത്. ചെറുപഴം ഉപയോഗിച്ചിട്ട് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. ഞാനിതാ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് മിശ്രം ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 6 ബദാം ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിലോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 4 ഏലയ്ക്ക തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കാരയ്ക്ക അഥവാ ഈന്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 10 ഈന്തപ്പഴമാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ പഞ്ചസാരയ്ക്ക് പകരമാണ് ഈന്തപ്പഴം ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈന്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് 1 ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൂസ്റ്റും ഏലക്കൊക്കെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന്. ഇനി ബാക്കിയുള്ള 1/2 ഗ്ലാസ് പാൽ കൂടെ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ 2.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, അത്യാവശ്യം നല്ല തിക്നെസ്സോടെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വേണോട്ടോ കഴിക്കാൻ, ഒരുപാട് അങ്ങ് ലൂസാക്കി കളയരുത്. അങ്ങനെ ലൂസാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഇത് നേരെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ ബൂസ്റ്റ് കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപഴം ജ്യൂസ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഏതൊരു സമയത്തും കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1 അവറൊക്കെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുടിച്ചാൽ നിർത്താൻ തോന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചെറുപഴം ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.